ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഓ കർത്താവേ, ആരും സഹായമില്ലെങ്കിലും കർത്താവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, നാട്ടുകാരിൽ ആശ്രയിക്കുന്നില്ല, മറിച്ച് സർവശക്തനായ ദൈവമേ, അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ വരികൾ ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിച്ചെന്ന് പാടിക്കേ. ആരും സഹായമില്ലെങ്കിലും പാരിൽ കണ്ടും കാണാതെയും മനുഷ്യർ നടക്കുമ്പോൾ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്ന കർത്താവേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. പഠിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ, എന്നാൽ എനിക്കൊരു സഹായകൻ, ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എത്ര ഗുരുതരമാവട്ടെ, എത്ര ആഴമുള്ളതാവട്ടെ, ആർക്ക് രക്ഷിക്കാൻ പറ്റാത്തതെന്ന് നീ വിചാരിക്കുന്നതാവട്ടെ, എന്നാൽ ദൈവം സർവശക്തൻ, സഹായകൻ എൻ്റെ കൂടെയുണ്ട്. ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം അത് ഏറ്റെടുക്കുക. കർത്താവ്, എന്നിലത് സംഭവിക്കട്ടെ. കർത്താവ്, അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ്, എന്നിലത് സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ആ വചനം ഏറ്റു പറഞ്ഞേ, ആകയാൽ, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവം പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു സ്പീക്ക്. നിന്നെ സംസാരിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. ആൻഡ് ഐ വിൽ ടീച്ച് യു വാട്ട് ടു സേ. നീ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഓരോ വ്യക്തിയും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യമായി സംസാരിക്കാൻ ശേഷിയുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. പലപ്പോഴും നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരിങ്ങലിലായി പോകുന്നുണ്ടാവും. വല്ലാതെ അപകർഷതാബോധം നിന്റെ ഉള്ളിലുണ്ടാവും. വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടാവും. കുടുംബത്തിലെ ദാരിദ്ര്യം നിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. നിന്റെ സ്വഭാവത്തിലെ ചില കുറവുകൾ നിന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ടാവും. നിന്റെ രൂപവും ഭാവവും നിന്നെ വല്ലാണ്ട് അപമാനത്തിലേക്ക് നയിക്കുന്നുണ്ടാവും. എന്തിനെൻ്റെ ജീവിതമെന്നൊരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവും. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നീ സങ്കടപ്പെടുന്നുണ്ടാവും. നഷ്ടപ്പെട്ട കുറേ സ്വപ്നങ്ങളുടെ നടുവിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതാ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും.
വലതുകരമുയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് അവരോട് എങ്ങനെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഒരു കാര്യത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ 2 വാക്ക് പറയണമെന്ന് ഇടവകയിലെ വികാരിയച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയിൽ അംഗങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആകപ്പാടെ അസ്വസ്ഥമായി, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ശീലമില്ലല്ലോ, ഞാൻ എങ്ങനെ പറയും? വിഷമിക്കേണ്ട. മോശയ്ക്ക് ധൈര്യം പകർന്ന കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. ഈ വചനം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് പലതവണ ആവർത്തിച്ച് ഈ വചനം സ്വീകരിച്ചാൽ ഈ വചനം നിങ്ങളിലും സംഭവിക്കും. അതേതാ വചനം? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം. ആകയാൽ നീ പുറപ്പെടുക. അതാണ് ഒന്നാമത്തെ കാര്യം. ആകയാൽ നീ പുറപ്പെടുക. എന്നിട്ട് എന്താ പറയണേ? സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുള്ളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്തരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പറഞ്ഞ വചനം 47-ാം തിരുവചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവ്, കർത്താവ്, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഏതെങ്കിലും കേസ് കെട്ടുകൾ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും വേദനിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പം ഞങ്ങൾ ഇനി ആര് രക്ഷിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തെ കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവ് തന്ന ഒരു വചന സന്ദേശമാണിത്. ആ കുടുംബം പറഞ്ഞത്, കർത്താവ്, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞൊരു 30 വർഷമായി ഞങ്ങൾ വലിയൊരു പീഡയിലൂടെയാണ് കടന്നു പോകുന്നത്. 30 വർഷമായെന്ന്. 1-2 വർഷമല്ല, തലമുറയൊന്ന് മാറിത്തുടങ്ങി. അതായത് ഇവരുടെ വീട്ടിലേക്കുള്ള വഴി അത് ഞെരുക്കപ്പെട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരാളുണ്ട്. അയാൾക്ക് ഈ സ്ഥലം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അപ്പം അതുകൊണ്ട് ഈ വീട്ടുകാരെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി അയാൾ പലതരത്തിൽ പരിശ്രമിക്കും. അതിൻ്റെ ഭാഗമാണ് വഴിയും കൊടുത്തിട്ടില്ല, വലിയൊരു ഞെരുക്കം. എന്ന് മാത്രമല്ല, ഇവരുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലമുള്ള ഈ വീട്ടിൻ്റെ മുതലാളി ഇവരുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ, പട്ടിയും പൂച്ചയും കോഴിയും എല്ലാം കൂടെ പറഞ്ഞു വിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരും ശല്യം സഹിക്കാനാവാതെ ഇരിക്കുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർക്കാണെങ്കിൽ മുതലാളിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാണ്. അപ്പം അതുകൊണ്ട് ഇവർ പരാതിയുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ പരാതി കാര്യമായിട്ട് പരിഗണിച്ചില്ല അത്രേ. അപ്പം ഇവർക്ക് പിന്നെ സങ്കടം. അപ്പം ഇവരിത് എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ അവർ ഈ കുടുംബത്തിനെതിരെ ഇല്ലാത്ത കള്ളക്കേസൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവരൊന്ന് പറപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. ഈ വചനം അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ വചനം നമുക്ക് ശക്തമായ ഒരു സംരക്ഷണമാണ്. ഈ വചനം എന്താ പഠിപ്പിക്കണമെന്ന് ശ്രദ്ധിച്ചേ. വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ,
മറ്റുള്ളവർ ഞങ്ങളെ ഞെരുക്കുന്നു, ഞങ്ങളെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അയൽവാസികൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവർ ഞങ്ങളെ ഞെരുക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പ്രമോഷൻ തടയപ്പെട്ടിരിക്കുന്നു, ഒരു ജോലി മേഖലയിൽ മെച്ചപ്പാട് കിട്ടുന്നില്ല, പലതരത്തിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നു. 2 കരങ്ങൾ ഉയർത്തി വിശ്വസിക്കണം. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് മുങ്ങിത്താഴുന്ന ഏത് ഘട്ടത്തിൽ നീ തിരിച്ചറിയേണ്ടത്, നിന്നെ മുങ്ങിത്താഴാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. പത്രോസ് എപ്പോഴാണ് മുങ്ങിത്താഴാൻ പോയത്? അവൻ നോക്കിയത് വെള്ളത്തിലേക്കാണ്. അവൻ നോക്കേണ്ടത് ആരുടെ മുഖത്തേക്കാ? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ മുങ്ങിത്താഴത്തില്ലായിരുന്നു. അവൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളം കുത്തിയൊഴുകുന്നത് കണ്ട് ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആ ഞെരുക്കത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ആ ഞെരുക്കം ഭാരപ്പെടുത്തും, നമ്മൾ മുങ്ങിത്താഴുന്ന പോലെ തോന്നും. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്താ? നിന്നെ ആ വെള്ളത്തിൽ ചവിട്ടി നടക്കാൻ ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ കൈ പിടിച്ചാൽ നിനക്കെന്നും സംരക്ഷണം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പത്രോസിനെ മനസ്സിൽ കാണണം, പത്രോസിനെ മനസ്സിൽ കാണണം. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഞാനിപ്പം മുങ്ങിത്താഴുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, നീ അസ്വസ്ഥപ്പെടേണ്ട, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ മുങ്ങിത്താഴും, ഈ പ്രശ്നം, ഈ ഭാരം, ഈ അപമാനം, ഇതോടുകൂടെ ഞാൻ തീർന്നു, ഇതോടുകൂടെ ഞാൻ തീർന്നു. ആരുടെയെങ്കിലും തലയ്ക്കകത്ത് ആത്മഹത്യാ പ്രവണത, ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടവര്, ചതിക്കുഴിയിൽ പെട്ടവര്, തെറ്റായ ഒരു തീരുമാനത്തിലൂടെ വലിയൊരു അബദ്ധത്തിൽ പെട്ടവര്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ വിശ്വസിക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ കുഴിക്കകത്ത് ഞാൻ പെട്ടിരിക്കുന്നു. പത്രോസ് കരമുയർത്തിയതുപോലെ കർത്താവെ ഞാനും കരമുയർത്തുന്നു. എൻ്റെ കൈ പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് നീ വിശ്വസിക്കുക, ദൈവം എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നീ ചിന്തിക്കുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ ഒരു അവജ്ഞ തോന്നും. എനിക്ക് കഴിവില്ലല്ലോ, എനിക്കൊരു സംസാരിക്കാനുള്ള കഴിവില്ലല്ലോ, മറ്റുള്ളവരെ പോലെ മിടുക്കില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടല്ലോ, പഠിക്കാനുള്ള കഴിവ് കുറവുണ്ടല്ലോ, ഒരു കാര്യം ഉത്സാഹത്തോടെ ചെയ്യാൻ കർത്താവ് എനിക്ക് പറ്റുന്നില്ലല്ലോ. പലപ്പോഴും നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് പോകുന്നു. എപ്പോഴും എന്നെ മറ്റുള്ളവർ മാറ്റി നിർത്തും. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം. കർത്താവേ, മോശയെപ്പോലെ പലപ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. മര്യാദയ്ക്കൊരു നല്ല വാക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അത്രമേൽ കുറവുകളുള്ള മനുഷ്യനാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം നിനക്ക് ശക്തമായൊരു സംരക്ഷണമായി മാറുകയാണ്. മോശയ്ക്ക് കൊടുത്ത കൃപ, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും. മോശയോട് പറഞ്ഞ വചനം ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നമ്മിൽ സംഭവിക്കട്ടെ.
ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി സംസാരിക്കണമേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി നിലകൊള്ളണമേ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി നിലകൊള്ളണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു പീറച്ചെറുക്കൻ, ഇടയ ബാലൻ, തൊട്ടു മുമ്പില് ഒരു വലിയ മഹാമാര് പോലെ നിൽക്കുന്ന ഗോലിയാത്ത്. ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് എന്ന് പറയുന്ന ഇടയ ചെറുക്കൻ പരിഭ്രമിച്ചില്ല. നീയും പരിഭ്രമിക്കരുത്. പല പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ ഒരുപക്ഷെ ചിന്തിക്കും, ഈ പ്രശ്നം എന്നെ വീഴ്ത്തിക്കളയും, ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ എന്നെ തകർത്ത് കളയും, ഇതോടുകൂടെ ഞാൻ തീർന്നു, ഇതോടുകൂടെ ഞാൻ തീർന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ നീ വിശ്വസിക്കണം, വാളും കുന്തവും പരിചയം കൊണ്ടല്ല നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. 1 സാമുവേൽ 17-ാം അധ്യായം 47-ാം തിരുവചനം ഈ സമയത്ത് ഓരോ വ്യക്തിയിൽ സംഭവിക്കട്ടെ. ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം നമ്മുടേതല്ല, ദൈവത്തിൻ്റെ യുദ്ധമാണ്. നിന്നെ തകർക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ഭീകര പ്രശ്നങ്ങൾ ഉണ്ടായാലും ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം ഈ യുദ്ധം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരുപക്ഷെ ഈ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ടാകും. ഞാനിതിൽ മുങ്ങിത്താഴുകയാണല്ലോ, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. പത്രോസ് കരഞ്ഞതുപോലെ നീയും കരയുന്നുണ്ടാവും. മത്തായി സുവിശേഷം 14-ാം അധ്യായം 29 മുതലുള്ള വചനം. പത്രോസ് മുങ്ങിത്താണപ്പോൾ അവന്റെ കൈക്ക് പിടിച്ച കർത്താവ് ദേ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ കൈക്കും പിടിച്ചിട്ടുണ്ട്, നിന്റെ കൈക്കും പിടിച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ നീ ചിന്തിക്കും, എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പലപ്പോഴും തെറ്റുകാരനായി മാറ്റപ്പെട്ടു, തെറ്റുകാരിയായി മാറ്റപ്പെട്ടു. എൻ്റെ ദൈവമേ, ഞാൻ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു, നിനക്കെൻ്റെ കൃപ മതി കർത്താവെ. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവെ. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാ. റോമാക്കർഗത ലേഖനം 8:26 ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ ഒറ്റപ്പെട്ടും വിഷമിച്ചുമിരുന്ന അനുഭവങ്ങളിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചോണം. ഹെബ്രാലേഖനം 12:13 ആര് നമുക്ക് എതിര് നിൽക്കും? കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ മനുഷ്യരെ ഭയപ്പെടുകയില്ല. ആരെന്നെ എതിർത്ത് നിൽക്കും? ഞാൻ ആത്മധൈര്യത്തോടെ പറയും, കർത്താവാണ് എൻ്റെ സഹായകൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയരെ, ഈ ആരാധന സമയത്ത് നിന്റെ ജീവിതത്തിൻ്റെ നടുക്കുന്ന എല്ലാ അനുഭവങ്ങളുടെ നടുവില് നീയൊന്ന് ഈശോയെ എന്ന് വിളിച്ചാലുണ്ടല്ലോ, ആ വിളിപ്പുറത്ത് നിന്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിൽ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ബലപ്പെടുത്തും. നീ ദൈവത്തോട് ചേർന്നിരുന്നാലുണ്ടല്ലോ, ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ആത്മധൈര്യത്തോടെ പറയണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈശോയേന്നൊന്ന് വിളിച്ചേ, ഈശോയേന്നൊന്ന് വിളിച്ചേ. സ്വർഗം തുറക്കുന്നൊരു വിളിയാണ്. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിളിയാണ്. ഓ ദൈവമേ, ഓ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു, ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയം ബോധ്യങ്ങൾ നൽകട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ കാറ്റടിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ തീ കത്തുന്ന അഭിഷേകം സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ തീ കത്തുന്ന അഭിഷേകം സംഭവിക്കട്ടെ. എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഈ ദൈവജനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ദൈവമേ എന്ന് വിളിക്കുന്നു, ആവാ പിതാവേ എന്ന് വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എൻ്റെ ദൈവത്തിന്റെ ശക്തി, എൻ്റെ ദൈവം സർവശക്തൻ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ അത്ഭുതകരമായി നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന
ഈശോയെ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.